സർ, ഇതാണോ സർ നിങ്ങളുടെ സ്ഥിരം കലാപരിപാടി? മനസ്സിലായില്ല. അല്ല, ഒരു കംപ്ലൈന്റ് കിട്ടിയാ വന്ന് സല്യൂട്ട് അടിച്ച് വയറ് നിറച്ച് ഭക്ഷണവും കഴിച്ചു പോകുന്ന പരിപാടി ഈ യൂണിഫോമിന് ചേരില്ല എന്ന് പറയായിരുന്നു. യൂണിഫോമിന്റെ ചേർച്ച ഇവിടെ നിൽക്കട്ടെ. മാഡം പറയാൻ ഉദ്ദേശിച്ച കാര്യം മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ കൊള്ളായിരുന്നു. അത് വേറൊന്നുമല്ല. ഇപ്പൊ നിശ്ചയം കഴിഞ്ഞ രാജീവില്ലേ, അവൻ ഏതോ ഒരു പെണ്ണിനെ പ്രേമിച്ച് വഞ്ചിച്ചിട്ടാണ് ഇവിടെ വന്ന് കല്യാണം കഴിക്കുന്നതെന്നൊക്കെ കേട്ടു. അവളെ എനിക്കറിയാം, ഒരു പാവപ്പെട്ട പെൺകുട്ടിയാ. ഞാൻ അവളോട് പറഞ്ഞത് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാൻ. എന്നിട്ടും എന്നാ മാഡത്തിന് കിട്ടിയ വിവരം തെറ്റാണ്. അവള് പാവം പെണ്ണൊന്നുമല്ല, പക്കാ ഫ്രോഡാ. ഫ്രോഡ്. ഫ്രോഡോ? അതെ, അവൾക്ക് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ നിശ്ചയം മുടക്കുക. രാജീവ് പ്രേമിച്ച് വഞ്ചിച്ചു എന്ന് പരാതി തന്ന് എന്നെ കൊണ്ട് നിശ്ചയം മുടക്കുകയായിരുന്നു അവളുടെ ലക്ഷ്യം. എനിക്കതിന് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അയ്യോ, അങ്ങനെയാണോ? എന്നിട്ടിപ്പോ അവൾ എവിടെയുണ്ട്? അവളെ അറസ്റ്റ് ചെയ്ത് ഞാൻ സ്റ്റേഷനിൽ ഇരുത്താൻ പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ ചോദ്യം ചെയ്യാൻ. എനിക്കതിന് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അയ്യോ, അങ്ങനെയാണോ? എന്നിട്ടിപ്പോ അവൾ എവിടെയുണ്ട്? അവളെ അറസ്റ്റ് ചെയ്ത് ഞാൻ സ്റ്റേഷനിൽ ഇരുത്താൻ പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ ചോദ്യം ചെയ്യാൻ. ഒരു തരത്തിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാ. അവളൊരു പാവമാ. അവളെ ആരോ ഒരു അമ്പായിട്ട് ഉപയോഗിക്കുക. അത് എഴുതാരാണെന്ന് കണ്ടുപിടിക്കുമ്പോഴേ യഥാർത്ഥ പ്രതി വലയിൽ വീഴും. അഖില മേഡത്തോട് ഈ കാര്യം പറഞ്ഞപ്പോ മേഡം ഈ കേസ് സീരിയസ് ആയിട്ട് എടുക്കാൻ എന്നോട് പറഞ്ഞത്. മേഡം പറഞ്ഞാ പിന്നെ എനിക്ക് മുന്നും പിന്നെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ന് തന്നെ ഈ കേസ് സൈബർ സെല്ലിന് വിടും. അവൾ ഇതുമായി ബന്ധപ്പെട്ട് ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയണം. അതോടെ പ്രതി എന്റെ കൈ കിട്ടും. പിന്നെ അവന്റെ കാര്യം പോക്ക. ഇനിയിപ്പോ പ്രതി അവനാവണമെന്നൊന്നുമില്ല, അവളായാലും മതി. ആളെ മനസ്സിലാവുമ്പോ ഞാൻ മേഡത്തെ നേരിട്ട് വന്ന് കണ്ടോളാം. ഇപ്പൊ പോട്ടെ. എന്റെ ദൈവമേ, ആ അമ്പയച്ചത് ഞാനാണെന്ന് എങ്ങാനും അഖിലാണ്ടേശ്വരി അറിഞ്ഞ ഓർക്കാൻ കൂടി വയ്യ. ഇന്നീ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. എന്തൊരു കഷ്ടം. വന്നതും പോയതുമല്ല എന്റെ നേർക്കാണല്ലോ.